അതെ, ചേച്ചിയുടെ പതിവ് പരാതി ഉടനെ തീരും. അടുത്ത ചിട്ടിക്ക് ഞാനും ഉണ്ട്. എന്താണ് ഇൻക്രിമെന്റ് വല്ലതും കിട്ടിയോ? അതൊന്നുമല്ല, മാസം മാസം നമുക്ക് എല്ലാവർക്കും നല്ലൊരു തുക നീക്കിയിരിപ്പ് കിട്ടും. UDF വരെയല്ലേ KSRTC ബസ്സിൽ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതാണ് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. അങ്ങനെ ആ ബസ് കാശ് ഇനി നമ്മുടെ സമ്പാദ്യം. ഇത് സ്ത്രീകൾക്കുള്ള UDFന്റെ ആദരവാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും. ചേട്ടായത്തിന് എത്ര കിട്ടും? ഹലോ. അതെയോ? ശരിക്കും? അതെ, ഇത് വിൽക്കുന്നില്ല. ഈ മാല വിൽക്കാതെ ഇങ്ങനെ നമ്മുടെ കാര്യം നടക്കും? ഇത് വിൽക്കാന് എന്റെ ചികിത്സ ചെലവ് നടക്കും. UDF വരെയല്ലേ ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും. എന്താടോ താൻ ആലോചിക്കുന്നത്? എല്ലാത്തിനും വിലക്കയറ്റമല്ലേ? ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെ മക്കൾ അറിഞ്ഞു തരുന്നുണ്ടല്ലോ. എന്തിനു മക്കളെ ആശ്രയിക്കണ്ടേ? ചെറുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പോലും മക്കളെ ആശ്രയിക്കണ്ടേ? UDF വരികയല്ലേ, ക്ഷേമ പെൻഷൻ 3000 ഉയർത്തും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് 6000 രൂപ കിട്ടും. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും. എത്ര നാൾ പിന്നോട്ട്, ഇനി UDFനൊപ്പം മുന്നോട്ട്. കേരളം ജയിക്കും, UDF നയിക്കും. അമ്മയ്ക്കിത് വേറെ ഒരു വോട്ടാണ്, എനിക്കിത് എന്റെ ഫസ്റ്റ് വോട്ടാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞു പറഞ്ഞ സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ ഇടാനല്ലേ? അല്ലല്ലോ, എന്റെ ആദ്യ വോട്ടിലൂടെ നമ്മുടെ UDF അധികാരത്തിൽ വരും. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. എന്നെ പഠിപ്പിക്കാനുള്ള അമ്മയുടെ കഷ്ടപ്പാടിന് ഒരു സപ്പോർട്ട്. പിന്നെ എനിക്ക് എന്റെ ഫോൺ റീചാർജ് ചെയ്യാലോ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കേരളം ജയിക്കും, UDF നയിക്കും. മരുന്ന് കമ്പനികൾക്കുള്ള 150 കോടി വൈകുന്നു. മരുന്നും ഉപകരണങ്ങളുമില്ലാതെ സർക്കാർ ആശുപത്രികളിലെ രോഗികൾ വലയുന്നു. പത്രങ്ങളിലും ഹോർഡിങ്ങുകളിലും KSRTC ബസ്സുകളിലും കിഫ്ബിയുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് 130 കോടി. പൊതുജനം കഴുതയല്ല. ഈ ദൂർത്തിനുള്ള കണക്ക് ചോദിക്കാൻ സമയമായി. കേരളം ജയിക്കും, UDF നയിക്കും.